മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടി. അടുത്ത മാസം 13 വരെയാണ് കസ്റ്റഡി നീട്ടിയത്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, അതിനപ്പുറത്തേക്ക് ഇയാൾക്കെതിരെ അനുബന്ധ കുറ്റപത്രം നൽകി എന്നതാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ഈ അനുബന്ധ കുറ്റപത്രത്തിൽ എന്തൊക്കെ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അന്വേഷണ ഏജൻസി? പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന മൊഴി ചോദ്യം ചെയ്യലിൽ തഹാവൂർ റാണ നൽകിയിട്ടുണ്ടല്ലോ. വിജയകുമാർ, തീർച്ചയായിട്ടും അതായത് മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിലായിരുന്നു തഹാവൂർ റാണ ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അതായത് പാകിസ്ഥാന്റെ പങ്ക് ഈ മുംബൈ ഭീകരാക്രമണത്തിലുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ കൈമാറിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായിരുന്നു താൻ എന്നതടക്കമുള്ള ചില മൊഴികൾ തഹാവൂർ റാണ നൽകിയതായാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ NIA ഒരു അനുബന്ധ കുറ്റപത്രം ഇപ്പോൾ NIAയുടെ പട്യാല പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് 2012 NIA ഈ കേസിൽ തഹാവൂർ റാണയ്ക്കെതിരെ ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇതിൽ ഈ അറസ്റ്റ് മെമ്മോ അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അനുബന്ധ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും പക്ഷേ നിലവിലെ വെളിപ്പെടുത്തലുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള പശ്ചാത്തലം അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തി എന്തെങ്കിലും വിവരങ്ങൾ ഈ കുറ്റപത്രത്തിലുണ്ടോ എന്നത് ഇനി ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലയളവ് കൂടി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് കോടതി. ഓഗസ്റ്റ് 13 വരെയാണ് ഈ കസ്റ്റഡി നീട്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തെ മുംബൈ ക്രൈംബ്രാഞ്ച് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തേക്കും എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. NIAയുടെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത മനോഭാവമായിരുന്നു തഹാവൂർ റാണ തുടർന്നത്. പക്ഷേ മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിലായിരുന്നു ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ തഹാവൂർ റാണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വിജയകുമാർ.